പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവമിടയാക്കുന്നതിന് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനം നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെയേറെ പ്രാധാന്യത്തോടെ നാം കാണേണ്ടതാണ് ദൈവവചനം. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിയ ചെയ്യുമ്പോൾ അത് സാഹചര്യങ്ങൾക്കും നമ്മുടെ അറിവിനുമെല്ലാം അതീതമായി നമ്മളിൽ ക്രിയ ചെയ്യുന്നതാണ് ദൈവവചനം. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് നമ്മുടെ അറിവിന്റെ തലത്തിൽ തൊട്ടേക്കാം. അതെ, പക്ഷെ ദൈവവചനത്തിന് മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും തൊടുവാനും സ്വാധീനിക്കുവാനും തിരുത്തുവാനും കഴിയുന്ന ദൈവവചനത്തിന്. അതുകൊണ്ട് ദൈവവചനത്തെ നിങ്ങൾ ആ ഗൗരവത്തോടു കൂടെ തന്നെ കാണും. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു: ഒരുവൻ ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആത്മാവിനാലും വെള്ളത്താലും ജനിക്കണം. അപ്പൊ നമുക്കിവിടെ ദൈവവചനത്തെ നമുക്ക് വളരെ വ്യക്തമായി പറയുന്നത് ആത്മാവിനാലും വെള്ളത്താലും ജനിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ചുറ്റുപാടുകളും നിങ്ങളൊന്ന് വളരെ അടുത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുക. എല്ലാ മേഖലകളിലും അത്ഭുതകരമായി നടത്തുന്ന ദൈവകൃപ, ഹല്ലേലൂയ, നമ്മൾ ഓരോ നിമിഷം അനുഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അറിയുന്നില്ല. പക്ഷെ നമുക്ക് പലപ്പോഴും പറ്റുന്നൊരു കാര്യം, ക്രിസ്തുവിൽ നാം ആരാണെന്നുള്ള ബോധ്യമില്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ വാഴുന്ന നിലയിലേക്ക് നമ്മൾ ആയിത്തീർന്നില്ല. പക്ഷെ നമ്മുടെ അകത്തൊരു ഉറപ്പ് വേണം, ഇല്ല, എന്നെ വാഴുന്നത് കർത്താവ്, ദൈവത്തിന്റെ വചനമാണ് എന്റെ സർവ്വം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിലെ ജനിക്കുക, നമ്മൾ ഈ ദിവസങ്ങളിൽ തൃത്വം എന്ന ഒരു പദം, അതായത് പിതാവ് പുത്ര പരിശുദ്ധാത്മാവ്, തൃത്വം എന്ന് പറയുന്ന ഒരു പദം നമ്മുടെ ദൈവവചനത്തിൽ ഇല്ല, ബൈബിളിൽ എങ്ങുമില്ല തൃത്വം എന്ന് പറയുന്ന വാക്ക്. പക്ഷേ ആ പദപ്രയോഗം പലപ്പോഴും ദൈവവചനം പ്രസംഗിക്കുന്ന എല്ലായിടത്തും നമുക്കിത് കേൾക്കാൻ സാധിക്കും. രണ്ട് സ്ഥലങ്ങളിലാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എടുത്തു പറയത്തക്ക രീതിയിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലും അവിടെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവും നമ്മുടെ കർത്താവ് യേശുവിന്റെ കൃപയും ദൈവസ്നേഹവും പരിശുദ്ധാത്മാവിന് കൂട്ടായി. എന്നാൽ അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തില് അതിന്റെ 19-ാമത്തെ വാക്യം, 18, 19, 20 വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന ആ കൽപ്പനയോട് ചേർന്ന് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ സകലരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ പോയി സുവിശേഷം പറയുകയും അവരെ ശിഷ്യരാക്കുകയും അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. അതാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അവിടെ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ ലേഖനം 13-ന്റെ 14-ലും അതേ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ രണ്ടിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവിന്റെ പ്രവൃത്തി, നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിന്റെ പ്രവൃത്തി, ഹല്ലേലൂയ, നമ്മള് ദൈവത്തിന്റെ 3 തലങ്ങളിൽ നിന്നുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയെ 3 വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദാറ്റ് ഈസ് റോങ്. അത് തെറ്റാണ്. ശരിക്കും ദൈവം ഏകദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഏക സത്യദൈവമായി നിന്നെയും. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുന്നത് അവൻ ഒരുവനേ ഉള്ളൂ, സത്യമാണ്. അപ്പോൾ നമുക്ക് ദൈവം ഏകനാണ്, ഒരുവനാണ്. ദൈവം, ഗോഡ് ഈസ് വൺ, ഒറ്റ ഏക സത്യ ദൈവമാണ്, ഏക സത്യദൈവം. അപ്പൊ നമുക്ക് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, നമുക്ക് ദൈവം സ്നേഹമാവും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചായിരുന്നു. എന്നാൽ അത് അവിടെ ഒന്നുകൂടെ അവിടെ തൊട്ട് ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കും. നമുക്ക് യോഹന്നാന്റെ ലേഖനത്തിന് അതിന്റെ 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിൽ 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിൽ 8-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം സ്നേഹം തന്നെ, ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. എന്നിട്ട് 9-ാം വാക്യം പറയുന്നത് സ്നേഹമാകുന്ന ദൈവം, ആ ദൈവത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, നമുക്ക് അടുത്തുകൂടാൻ കഴിയാത്തത് വെളിച്ചമാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നു. നമുക്ക് അങ്ങോട്ട് അടുത്ത് ചെല്ലാൻ പറ്റും, അത്ര മാത്രം അടുക്കുവാൻ കഴിയാത്ത സ്ഥലത്ത് വസിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങ് എത്തിപ്പെടാനൊക്കെ പ്രയാസമാണ്. അടുക്കുവാൻ കഴിയാത്ത, ആർക്കും അടുക്കാൻ കഴിയാത്ത വെളിച്ചം എന്നാൽ നമുക്ക് ദൈവത്തെ കുറിച്ച് കാണുമ്പോൾ തന്നെ പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ പലപ്പോഴും ആരെങ്കിലും ദൈവത്തോട് സമീപിക്കാനായിട്ട് ശ്രമിച്ചവരുടെ ജീവിതത്തിലൊക്കെ അവരുടെ ജീവിതത്തിൽ അവർക്ക് അതിന്റെ ശിക്ഷ കിട്ടുന്നത് കാണാൻ സാധിക്കും. അതായത് യോഗ്യതകളില്ലാതെയോ അല്ലെങ്കിൽ വേണ്ട പോലെ ഒരുക്കമില്ലാതെയോ കർത്താവിന്റെ ആ സാന്നിധ്യത്തിന് അടുത്ത് പോയവരെല്ലാം ശിക്ഷ പ്രാപിച്ചതായിട്ട് നമ്മൾ കാണുന്നു. അപ്പൊ അവിടെ
ഈ ദൈവ സാന്നിധ്യം എന്ന് പറയുമ്പോൾ, നമുക്ക് സീനായ മലയിൽ ദൈവ സാന്നിധ്യം പറഞ്ഞപ്പോൾ അവിടെ ഒരു മൃഗമെങ്കിലും ചെന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിനെ കൊല്ലണമെന്നായിരുന്നു നിയമം. അത്രത്തോളം ദൈവത്തിന്റെ വിശുദ്ധി അല്ലെങ്കിൽ ദൈവത്തെ അടുത്തുകൂടാൻ കഴിയാത്തവൻ എന്ന നിലയിലാണ് നമ്മുടെ പഴയ നിയമ പ്രമാണത്തിൽ ദൈവത്തെ കാണുന്നത്. അപ്പൊ അങ്ങനെ, എന്നാൽ ദൈവത്തെ കുറിച്ച് പറയുന്നത് ഗോഡ് ഈസ് ലവ്. അതെങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോവുക? ദൈവം സ്നേഹമാണെങ്കിൽ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കട്ടെ, എല്ലാവരും വിളിച്ചാൽ കേൾക്കുന്നവരായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, സ്നേഹമാകുന്ന, എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കുന്ന സ്നേഹമാകുന്ന ദൈവം. ആ സ്നേഹമാകുന്ന ദൈവം സ്നേഹമാണ്. എന്നാൽ അടുത്തുകൂടാൻ കഴിയത്തില്ല. അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ശിക്ഷിക്കുന്ന ദൈവം. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതിനപ്പുറമായതും. എന്നാൽ ആ ദൈവം, അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സ്നേഹവാനായ ദൈവം, അപ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത് എടുത്തു പറയുന്നത്? ദൈവം വിശുദ്ധിയിൽ അത്രത്തോളം വളരെ സ്ട്രിക്റ്റാണ്, നിയമത്തിൽ അത്രത്തോളം സ്ട്രിക്റ്റാണ്. അടുത്ത് ചെല്ലുന്നവനെ ശിക്ഷിക്കുന്ന ദൈവം. അങ്ങനെ അടുത്ത് ചെല്ലുന്നവനെ ശിക്ഷിക്കുന്നവനായ ആ ദൈവത്തിന്റെ അടുക്കൽ മനുഷ്യന് കയറിപ്പോകാൻ സാധിക്കാതിരിക്കെ യേശുക്രിസ്തുവിലൂടെ എന്താ സംഭവിച്ചത്? അടുത്തു പോകാൻ കഴിയാത്ത മാനവജാതിക്ക്, ദൈവത്തിന്റെ അടുത്തു പോകാൻ കഴിയാതിരുന്ന മാനവജാതിക്ക്, ദൈവത്തോട് അടുത്തു പോയാൽ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള മാനവജാതിക്ക്, ഹല്ലേലൂയ, അവരേൽക്കേണ്ട ശിക്ഷ, ദൈവത്തോട് അടുത്തു വരുമ്പോൾ ഒരുവൻ ഏൽക്കേണ്ട ശിക്ഷ, അവൻ മരിക്കണം, അവൻ ശിക്ഷ ഏൽക്കണം, അവൻ തെറ്റുകൾക്ക് ശിക്ഷ, ആ ശിക്ഷ മുഴുവൻ യേശുവിന്റെ മേൽ ചുമത്തി. വചനം ഇങ്ങനെ പറയുന്നത്, വചനം ഇങ്ങനെയാണ്. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം പറയുന്നത്, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. അപ്പൊ ദൈവം സ്നേഹമാകുന്ന, വെളിപ്പെടാതിരുന്ന സ്നേഹം, മറഞ്ഞിരുന്ന സ്നേഹം, ആർക്കും അടുത്തുകൂടാൻ കഴിയാതിരുന്ന സ്നേഹം യേശുക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ടു. ആ സ്നേഹത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട മാനിഫെസ്റ്റേഷൻ ആയിരുന്നു ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ അത് വെളിപ്പെട്ടു. അപ്പൊ ക്രിസ്തുവിൽ ആ ദൈവ സ്നേഹത്തിന്റെ വെളിപ്പാട്, ആ ക്രൂശമരണം, ആ മുറിവുകൾ, ആ മുൾക്കിരീടം, അതൊക്കെയും യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ, മറഞ്ഞിരുന്ന ദൈവ സ്നേഹത്തിന്റെ വെളിപ്പാടായിരുന്നു ക്രിസ്തു. അത് വെളിപ്പെട്ടു. അതായത് എല്ലാവർക്കും പ്രകടമായി, പരസ്യമായി. എന്നാൽ എല്ലാവർക്കും അവൈലബിൾ ആണ് എന്നുള്ള അറിവ് കിട്ടി. സ്നേഹം, ക്ഷമ എല്ലാവർക്കും അവൈലബിൾ ആണ് യേശുക്രിസ്തുവിലൂടെ. ദൈവ സാന്നിധ്യം ക്രിസ്തുവിലൂടെ അനുഭവിക്കാം. യേശുവിനെ കുറിച്ച് പറയുന്നത് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേര് വിളിക്കും. അപ്പൊ യേശുവിന്റെ പേര് ഇമ്മാനുവേൽ. അർത്ഥം എന്താ? ദൈവം നമ്മുടെ കൂടെ. അപ്പൊ യേശുക്രിസ്തു, നമുക്ക് ആർക്കും അടുത്തുകൂടാൻ കഴിയാതിരുന്നവനായ ദൈവം നമുക്കെല്ലാവർക്കും അടുത്തെത്തി. ദാറ്റ് ഈസ് ഇമ്മാനുവേൽ. അപ്പൊ അങ്ങനെ ദൈവം അടുത്തെത്തിയവനായ യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ സ്നേഹം പ്രത്യക്ഷമായി. പക്ഷേ പ്രത്യക്ഷമായതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകണമെന്നില്ല. പക്ഷെ അവിടെ പറയുകയാണ്, റോമാലേഖനം 5:5 പറയുന്നു, നമുക്ക് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുക. പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം, ദൈവമാകുന്ന സ്നേഹമാകുന്ന ദൈവം ക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവിൽ കൂടെ നമ്മുടെ ഉള്ളിലായി. അതായത് ചിന്തിച്ചു നോക്കുക, ഇവിടെ എല്ലാം വെളിപ്പെടുന്നത് സ്നേഹമാണ്. സ്നേഹം, ഗോഡ് ഈസ് ലവ്. അപ്പൊ പിതാവിൽ വെളിപ്പെട്ടതും സ്നേഹമാണ്, യേശുവിൽ വെളിപ്പെട്ടതും സ്നേഹമാണ്, പരിശുദ്ധാത്മാവിൽ വെളിപ്പെട്ടതും സ്നേഹമാണ്. അപ്പൊ ആ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വ്യത്യസ്ത തലങ്ങൾക്കപ്പുറമായി ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന സ്നേഹം, അതാണ് ദൈവം. അതായത് പഴയ നിയമത്തിൽ മനുഷ്യനെ ശിക്ഷിക്കുന്ന ദൈവം, തെറ്റ് കാണിച്ചാൽ അപ്പൊ തന്നെ പണിഷ് ചെയ്യുന്ന ദൈവം, ഉടനടി പണിഷ്മെന്റ്. അപ്പോൾ അങ്ങനെ ഉടൻ തന്നെ പണിഷ്മെന്റ് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആ പണിഷ്മെന്റ് പോലും that also show the love of God. ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുക. എന്താണ്? ഹല്ലേലൂയ. അതായത് നിങ്ങൾ ചോദിച്ചേക്കാം, അതെങ്ങനെയാ ശിക്ഷയിൽ കൂടെ സ്നേഹം? അതെ, ശിക്ഷയിൽ കൂടെ സ്നേഹം വെളിപ്പെടും. കാരണം ശിക്ഷിക്കുമ്പോൾ അവരെ കൂടുതൽ
അവര് ഈ അനുസരണം ഇല്ലാത്ത നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇവർ ചെയ്യുന്ന തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ പിന്നത്തതിൽ ദൈവവും ഇവരും തമ്മിലുള്ള അകൽച്ച അസാധാരണമായ അകൽച്ചയായിരിക്കും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ദൈവം ഹല്ലേലൂയ ആ ശിക്ഷയിലൂടെ അവരെ ചേർത്ത് നിർത്തുക. അതായത് ദൈവത്തിന്റെ അതായത് അവരുടെ ഉള്ളിൽ ദൈവത്തിന് ഈ ഒരു കാര്യം ദൈവം അംഗീകരിക്കുന്നില്ല എന്ന് തിരിച്ചറിവ് കൊടുക്കായിരുന്നു സ്നേഹത്തിലൂടെ. അവിടെ ആ സ്നേഹത്തെയാണ് ശിക്ഷയ്ക്ക് ആധാരമായിട്ട്, ശിക്ഷയുടെ അടിസ്ഥാനവും സ്നേഹമായിരുന്നെങ്കിലും ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിന്റെ അടിസ്ഥാനവും സ്നേഹമായിരുന്നു. അപ്പൊ സ്നേഹം, സ്നേഹിക്കുന്ന ദൈവം, സ്നേഹവാനായ ദൈവം. അപ്പൊ സ്നേഹത്തിലൂടെ എന്താണ് വെളിപ്പെടുത്തുന്നത്? ദൈവസ്നേഹം. യേശുവിലൂടെ എന്താണ് വെളിപ്പെട്ടത്? ദൈവസ്നേഹം. ക്രൂശിലൂടെ എന്താണ് വെളിപ്പെട്ടത്? ദൈവസ്നേഹം. അപ്പം പിതാവായ ദൈവത്തിന്റെ മറഞ്ഞിരുന്ന സ്നേഹം പുത്രനായ യേശു ക്രിസ്തു കൂടെ വെളിപ്പെട്ടു. ആ സ്നേഹമാണ് പരിശുദ്ധാത്മാവിലൂടെ നമ്മിൽ പകർന്നു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവമാകുന്ന സ്നേഹം, സ്നേഹമാകുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സ്നേഹമുള്ളിടത്ത് ഭയമില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. അങ്ങനെയാണ് ഈ യോഹന്നാന്റെ തന്നെ ഇതേ ലേഖനത്തില് അതിന്റെ 4-18 വാക്യം, ഭയപ്പെടുന്ന സ്നേഹത്തെ തികഞ്ഞവനല്ല, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. അപ്പൊ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിലാണ് റോമാലേഖനം 5:5 പറയുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്നു. അതുകൊണ്ടാണ് റോമർ 8:15 പറയുന്നത്, പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന തികഞ്ഞ സ്നേഹത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരിക്കുക. അപ്പൊ ആ സ്നേഹം വന്നപ്പോ ഭയം പുറത്തുപോയി. എന്ത് ഭയമാണ് പുറത്തുപോയത്? അതായത് ആദ്യം ഭയന്നത് എന്തിനാണെന്നറിയോ? വചനം എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഞാൻ നഗ്നനാകിയാൽ ഭയന്നു. ഞാൻ നഗ്നനാകിയാൽ ഭയന്നു. അതായത് നഗ്നത എന്നതിനപ്പുറത്ത് അവന്റെ ജീവിതത്തിനകത്ത് ദൈവം പറഞ്ഞ കൽപ്പനയെ ലംഘിച്ചത് കൊണ്ട് അവൻ ഭയന്നു. നഗ്നനാകിയാൽ ഭയന്നു. അപ്പൊ ഈ ഭയം വരുന്ന എവിടെയാണ്? ഞാൻ തെറ്റുകാരനെന്ന് ചിന്തിക്കുന്നിടത്താണ്, ഞാൻ വഴിതെറ്റിപ്പോയി എന്ന് ചിന്തിക്കുന്നിടത്ത്, ഞാൻ കൊള്ളരുതാത്തവനായി തീർന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് ഭയം വാഴുന്നത്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന നിങ്ങളെ എന്നെയും യോഗ്യന്മാരാക്കി മാറ്റി. ഹല്ലേലൂയ. കുറവുകളുടെ നിറകുടമായിരുന്ന നമ്മളെ നിറവുകളുടെ നിറകുടമായിട്ട് മാറ്റി. ആമേൻ. ഹല്ലേലൂയ. എങ്ങനെ? ക്രിസ്തുവിൽ. അപ്പൊ ഇപ്പോൾ നമ്മിൽ വസിക്കുന്നത് ദൈവസ്നേഹമാണ്. ഇന്നലെ വരെ എന്നിൽ വാണുകൊണ്ടിരുന്ന എന്താണ്? എന്റെ കുറവുകളെ കുറിച്ചുള്ള ബോധം. ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ പാപിയാണ്, ഞാൻ അകൃത്യം ചെയ്തു പോയി, ഞാൻ പരിശുദ്ധാത്മാവിനെ മുറിപ്പെടുത്തി, ഞാൻ വീണുപോയി, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ അകന്നുപോയി. ഈ ബോധമായിരുന്നു എന്നെ ഇതുവരെ വാണുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്നിൽ വാഴുന്ന അതല്ല, സ്നേഹം വാഴുക. പരിശുദ്ധാത്മാവ് എന്റെ അത് സ്നേഹം വാഴുക. അപ്പൊ തൃത്വം എന്ന് പറയുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന 3 അവസ്ഥകളിൽ കാണാതെ ദൈവത്തിന്റെ സ്നേഹത്തെ ഒന്ന് കണ്ടേ. അതായത് ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രത്തില് ജലം ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായ വൈദ്യുതി, അവിടെ ജനറേറ്ററിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി അവര് ഒരു ട്രാൻസ്ഫോമറിലേക്ക് കൊണ്ടുവന്ന് അവിടുന്ന് അതിന്റെ ചാലകത്തിൽ കൂടെ അതിന്റെ ഉപഭോക്താവിന്റെ അടുക്കൽ എത്തിക്കുകയും അത് ഉപയോഗിക്കുന്ന ആളുടെ വീട്ടിൽ എന്ത് കാര്യങ്ങൾക്ക് അത് ആവശ്യമുണ്ടോ ആ കാര്യങ്ങൾക്ക്, അത് ലൈറ്റ് എങ്കിൽ അങ്ങനെ, ഫാൻ എങ്കിൽ അങ്ങനെ, AC എങ്കിൽ അങ്ങനെ, മറ്റുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ എങ്ങനെ, അതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് പോലെ ആകുമ്പോൾ നമ്മൾ പറയുന്നത്, നമ്മൾ ഒരിക്കലും അതിനെ മൂന്നായിട്ട് കാണുകയല്ല. മൂന്നായിട്ട് കാണുമ്പോൾ നമ്മൾ പറയുന്നു ജനറേറ്റർ, അതിന്റെ ചാലകം, അതിന്റെ ട്രാൻസ്ഫോമർ, അതിന്റെ മെയിൻ സ്വിച്ച്, പലതും എല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചാണ് വരുന്നത്. അതിന്റെ ട്രാൻസ്ഫോമർ, അതിന്റെ ജനറേറ്റർ ആകട്ടെ, ട്രാൻസ്ഫോമർ ആകട്ടെ, അതിന്റെ ലൈൻ ആകട്ടെ, അതിന്റെ ചാലകമാകട്ടെ, ഇതിനെ എല്ലാം കാണുമ്പോഴും ഇതിനകത്ത് ഒറ്റ പവറിനെ കുറിച്ച് പറയാനുള്ളൂ. വൈദ്യുതി, ഉൽപ്പാദിപ്പിക്കപ്പെട്ട വൈദ്യുതി, അത് ട്രാൻസ്ഫോമറിൽ കൂടെ
സേഫായ നിലയിലാക്കി അതിനെ എന്ത് ചെയ്തു? അത് ചാലകത്തിൽ കൂടെ കടത്തിവിട്ട് ഉപഭോക്താവിന്റെ അടുക്കൽ എത്തിക്കുന്നു. ഇവിടെ ഇരുന്നാല് ഇവിടെ പല ചാലകങ്ങൾ ഉപയോഗിക്കുന്നെങ്കിലും പല മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നെങ്കിലും വെളിപ്പെടുന്ന ശക്തി ഒന്നാണ്, ഇലക്ട്രിസിറ്റി. അപ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്ന് പറയുമ്പോഴും ദൈവം ഒരുവനാണ്. ദൈവം എന്ന കാഴ്ചപ്പാടിൽ നമ്മൾ ആരെയും മറ്റൊന്നിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ ദൈവം എന്ന സ്ഥാനത്തേക്ക് നമ്മൾ മറ്റാരെയും പ്രതിഷ്ഠിക്കാൻ പാടില്ല. ദൈവം തന്നെയാണ്, ഏക ദൈവമാണ്. അവര് ആ ദൈവത്തിന്റെ ശക്തി ഓരോരുത്തരിൽ വസിച്ചു. ദൈവത്തിന്റെ വ്യക്തിത്വം, ദൈവത്തിന്റെ പവർ ആത്മാവായി, സ്നേഹമായി, ശക്തിയായി, വചനമായി വസിച്ചു. ആമേൻ. അതേ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട്. അതായത് യേശുവിൽ വസിച്ച ക്രിസ്തുവിന്റെ ആത്മാവ്, യേശുവിൽ വസിച്ച ദൈവത്തിന്റെ ആത്മാവ്, അതേ ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളിലും എന്നിലും വസിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ പിതാവിനുണ്ടായിരുന്ന അതേ ആത്മാവ് യേശുക്രിസ്തുവിൽ വസിച്ചു. യേശുക്രിസ്തുവിൽ വസിച്ച അതേ ആത്മാവ് നിങ്ങളിലും എന്നിലും വസിക്കുന്നു. അപ്പൊ നമ്മൾക്ക് ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുമ്പോൾ നമ്മൾ ദൈവത്തെ ഫോക്കസ് ചെയ്യുക. അതായത് സൃഷ്ടി സംഭവിച്ചാലും രക്ഷ സംഭവിച്ചാലും കൂട്ടായ്മ സംഭവിച്ചാലും ഇതിനെല്ലാം പുറകിൽ ഗോഡ്, ദൈവം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ചിന്താഗതികൾ, നിങ്ങളുടെ അറിവില്, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അതിനെ മാറ്റി ചിന്തിക്കുക. ദൈവം എല്ലായിടത്തും പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവത്തിന്റെ കൂട്ടായ്മയ്ക്കകത്താണ് നമ്മൾ. അതായത് മനുഷ്യൻ പാപം ചെയ്തപ്പോ വചനത്തില് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 6-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യനിൽ സദാകാലവും എന്റെ ആത്മാവ് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. മനുഷ്യൻ ജഡം തന്നെയല്ലയോ? അപ്പൊ മനുഷ്യൻ ജഡം തന്നെയല്ലയോ എന്ന് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുമ്പോൾ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെ: ഞാൻ അന്ത്യകാലത്ത് സകല ജഡത്തിന് മേലും ഒരു ആത്മാവിനെ പകരും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പോ ഈ ആത്മാവ് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. ഉൽപ്പത്തി പുസ്തകം 6:3 ആത്മാവ് വാദിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ആത്മാവ് വാദിക്കുക എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച് ദൈവത്തിന്റെ തന്നെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും, അതായത് ദൈവം ആത്മാവ്, ആത്മസ്വരൂപിയായിട്ടാണ്, ആത്മ നിലയിൽ തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ മനുഷ്യൻ 2:7 ഉൽപ്പത്തി 2:7 പറയുന്ന ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പൊ ജീവനുള്ള ദേഹിയായി തീർന്ന ആദം, ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തുവിൽ ജീവിപ്പിക്കുന്ന ആത്മാവെന്ന നിലയിൽ വരുമ്പോഴാണ് ദൈവം ആഗ്രഹിച്ച പോലെ ഉൽപ്പത്തി 1:26 പറഞ്ഞ പോലെ മനുഷ്യനായി തീരുന്നത്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യൻ ജഡം തന്നെയല്ലയോ? ഇപ്പൊ എന്താണ് നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മള് എല്ലാവരും മനുഷ്യരെന്നാണ് അറിയപ്പെടുന്നത്, അല്ലെ? പല നാഷണാലിറ്റി ഉണ്ട്, പല ഭാഷാ വ്യത്യാസങ്ങളുണ്ട്, എല്ലാവരും മനുഷ്യരെന്ന് തന്നെ അറിയപ്പെടും. ഞാൻ സംസാരിക്കുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പ്രാപ്തിയുള്ളതുകൊണ്ട്, നിങ്ങൾക്ക് ഈ ഭാഷ അറിയാവുന്നത് കൊണ്ടുമാണ് ഞാൻ പറയുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ ചിന്തിച്ചു നോക്കുക, മറ്റൊരു ഭാഷ, എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരു ഭാഷയിലുള്ള വ്യക്തി എന്നോട് വന്ന് ചില കാര്യങ്ങൾ പറയുകയോ ഞാൻ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറയുകയോ ചെയ്താൽ ഞങ്ങൾ പറയുന്നത് അന്യോന്യം മനസ്സിലാകും. അപ്പൊ അവിടെ സംസാരിച്ചിരുന്നിട്ട് കാര്യം, കാരണം ഭാഷ അറിയും. 2, ഒരു കൊച്ചു കുഞ്ഞിനോട്, വളരെ കൊച്ചു കുഞ്ഞ്, ഒരു വയസ്സോ അല്ലെങ്കിൽ 2 വയസ്സോ അല്ലെങ്കിൽ ചിലപ്പോ ഒരു 5, 6, 7 വയസ്സുള്ള കുഞ്ഞിനോട് പോലും നമ്മൾ പറയുന്നത് മനസ്സിലാക്കിയേക്കാം, പക്ഷെ പറയുന്ന ഭാഷ മനസ്സിലാക്കിയേക്കാം. പക്ഷെ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറയുന്നതിന്റെ ആശയം മനസ്സിലാക്കും. ചില കുഞ്ഞുങ്ങള് അവരെ എപ്പോഴും പഠിക്കാൻ പറയുന്ന അവർക്ക് ഇഷ്ടമല്ല, ചില കാര്യങ്ങൾ ഡിസിപ്ലിൻ ചെയ്യുന്ന അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ അവർ കുറച്ച് വളർന്നു കഴിയുമ്പോൾ അവർ ചിന്തിക്കും, അന്ന് പപ്പ പറഞ്ഞ എന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു, അന്ന് എന്റെ ഡാഡി പറഞ്ഞു, എന്റെ അമ്മ പറഞ്ഞു എന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് അല്പം കുറെ കഴിയുമ്പോൾ ചിന്തിക്കും. അതായത് 1, ഭാഷയുടെ വ്യത്യാസം കൊണ്ട് മനസ്സിലാകത്തില്ല. 2, അതായത് വളർച്ച പ്രാപിക്കാത്തത് കൊണ്ട് പറയുന്ന കാര്യം മനസ്സിലാകത്തില്ല. 3, നമ്മള് മറ്റ് സൃഷ്ടികളുണ്ട്, പറവകളോ മൃഗങ്ങളോ, അവയോട് നാം നമ്മുടെ ഭാഷയിൽ സംസാരിച്ചാൽ അവയുടെ ഭാഷയിൽ നമ്മളോട് സംസാരിച്ചാൽ നമുക്കോ മനസ്സിലാകത്തില്ല. കാരണം നമ്മൾ രണ്ടും 2 സൃഷ്ടികൾ, 2 തരത്തിലുള്ള ജീവികൾ. അപ്പോ ആദമിന് പാപം ചെയ്തപ്പോൾ സംഭവിച്ചത് അവര് ജഡമായി തീർന്നു. അതായത് 3 തലത്തിലായി. 1, പറയുന്നത് മനസ്സിലാകുന്ന പക്വത നഷ്ടപ്പെട്ടു. 2, ഭാഷ മാറിപ്പോയി. 3, ജീൻ, അതായത്
ദൈവം ആത്മാവാണ്, മനുഷ്യൻ ജഡമായി പോയി. രണ്ടും രണ്ട് തരത്തിലായി. അതുകൊണ്ട് തന്നെ ദൈവം പറയുന്നതിനെ മനസ്സിലാക്കാനോ ദൈവത്തിന്റെ ഭാഷയോട് പ്രതികരിക്കാനോ കഴിയാത്ത നിലയിൽ മനുഷ്യൻ ആയിത്തീർന്നു. അവിടെയാണ് ഹല്ലേലൂയ പിതാവായ ദൈവം, ആത്മാവായ ദൈവം, ഹല്ലേലൂയ യേശുവിൽ വസിച്ച്, ആത്മാവായ ദൈവം യേശുവിൽ വസിച്ച്, ഹല്ലേലൂയ ആത്മാവിൽ യേശുവിനെ നിറച്ച്, ആമേൻ, തന്റെ ആത്മാവിനാൽ യേശുവിനെ നിറച്ച്, ആമേൻ, തന്റെ ശക്തി അവന്റെ മേൽ പകർന്ന് ശുശ്രൂഷയിൽ ഉടനീളം ഉപയോഗിച്ച് നിത്യാത്മാവിനെ തന്നെ നിഷ്കളങ്കനായി അർപ്പിക്കത്തക്കവണ്ണം ക്രൂശിൽ അവനോടൊപ്പം നിന്ന് ദൈവാത്മാവിനാൽ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് ഹല്ലേലൂയ ആമേൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ ആ ആത്മാവ് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങളിൽ വസിക്കുന്നു. ഏതാത്മാവാണ്? ദൈവത്തിന്റെ അതേ ആത്മാവ്. അതായത് ദൈവം ആഗ്രഹിച്ച തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ആക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവത്തിന്റെ അകത്തുണ്ടായിരുന്ന ഡിസയർ ഇതാണ്, എന്റെ സൃഷ്ടിയാകുന്ന മനുഷ്യന്റെ ഉള്ളിൽ എന്റെ ആത്മാവിനെ വെക്കണം. ഇപ്പോ നമ്മുടെ അകത്ത് പകരപ്പെട്ടിരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ അതേ സ്നേഹം, യേശുവിൽ കൂടെ വെളിപ്പെട്ട അതേ സ്നേഹം ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും ഹല്ലേലൂയ ഒരു സാഹചര്യങ്ങളിൽ നിങ്ങൾ ഹല്ലേലൂയ പതറിപ്പോകരുത്. എന്താ കാര്യം അറിയാമോ? ഹല്ലേലൂയ ആമേൻ. ദൈവമില്ലേ? ഹല്ലേലൂയ നമ്മുടെ കർത്താവ്, നമ്മുടെ പരിശുദ്ധാത്മാവ് ദൈവം, ഹല്ലേലൂയ അവൻ നമ്മുടെ ഹല്ലേലൂയ എന്താണ്? ശക്തിയാണ്. നമ്മുടെ അകത്തുള്ള ആമേൻ ഹല്ലേലൂയ ആമേൻ നമ്മുടെ ബലമാണ്. ഹല്ലേലൂയ. എന്തിനാണെന്നറിയോ? നമുക്ക് പലപ്പോഴും ദൈവം എന്റെ കരുത്താണ്, ദൈവം എന്റെ കരുത്ത, ആമേൻ, കരുത്ത്, ഉൾക്കരുത്ത് എന്നൊക്കെ പറയുന്നില്ല. പരിശുദ്ധാത്മാവ് എന്റെ കരുത്ത, ദൈവം എന്റെ കരുത്ത. എന്തിനുള്ള കരുത്ത? പറയുന്നതിന് അപ്പൊ തന്നെ പൊട്ടിത്തെറിക്കാനുള്ള കരുത്ത് അല്ലല്ല. ആമേൻ, സ്നേഹിക്കാനുള്ള കരുത്ത്, പറയുന്നതിനോട് തിരിച്ചപ്പോൾ അതുപോലെ അതിനുള്ള കരുത്തല്ല. ആമേൻ, ക്ഷമിക്കാനുള്ള കരുത്ത്. ഹല്ലേലൂയ. അതായത് ഡിവൈൻ നേച്ചർ, ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്താനായിട്ട് ആത്മാവ് എന്റെ അകത്തിരിക്കുക. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ ആമേൻ, ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ 3 വിവിധമായ ഘട്ടങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ദൈവത്തിന്റെ സ്വഭാവത്തിലേക്കൊന്ന് നോക്കുക. ഹല്ലേലൂയ. അവന്റെ സ്വഭാവത്തില് മാറ്റമില്ല. അവൻ ഇന്നലെയും സ്നേഹമാണ്, ആദിയിലും സ്നേഹമാണ്. അവൻ ക്രൂശിലും സ്നേഹമായിരുന്നു, ഇന്നും സ്നേഹമായി തന്നെ തുടരുന്നു. പിതാവായ ദൈവം പുത്രനിൽ കൂടെ വെളിപ്പെട്ട് പരിശുദ്ധാത്മാവെ നമ്മിൽ വസിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ എല്ലാം നിൽക്കുന്നത് ഏക സത്യ ദൈവം നേച്ചർ, ഗോഡ്സ് നേച്ചർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നിങ്ങളെ ഒരിക്കലും ആർക്കും പരാജയപ്പെടുത്താൻ സാധ്യമല്ല. നിങ്ങൾ ഇമോഷൻസിന്, ഒരാൾ ദേഷ്യപ്പെട്ടു, നിങ്ങൾ ദേഷ്യപ്പെട്ടു. ഒരാൾ നിങ്ങളോട് പണങ്ങി, നിങ്ങൾ ഒരാൾ നിങ്ങളെ കാണിച്ചു തരാന്നോട് നിങ്ങൾ തിരിച്ചത് തന്നെ. അവിടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ നേച്ചർ അല്ല. ദൈവത്തിന്റെ നേച്ചർ വെളിപ്പെടുന്നിടത്ത് ദൈവത്തിന്റെ പവർ വെളിപ്പെടും. നിങ്ങൾ ഒരുപക്ഷെ പ്രതികരിക്കാതിരിക്കുമ്പോൾ നാട്ടുകാർ പറഞ്ഞേക്കാം, ഇവന് കരുത്തില്ലാത്തത്. പക്ഷേ നമ്മുടെ കരുത്ത് കർത്താവ്, ആ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുമ്പോൾ പിന്നത്തെ നിങ്ങളുടെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. അതെങ്ങനെയാണെന്നറിയോ? സൂപ്പർ നാച്ചുറൽ ആയിട്ട് വെളിപ്പെടും. നിങ്ങൾ വിസ്മയിച്ചു പോകും. അതുപോലെ വെളിപ്പെടും. അതെ, ഹല്ലേലൂയ. കർത്താവ് എന്തെന്നറിയാമോ? ശത്രുവിനെ മാറ്റുവാന്നല്ല, ശത്രുതയെ നീക്കി. ശത്രുവിനെ അല്ല മാറ്റിയത്, ശത്രുത്വത്തെ നീക്കി. ശത്രുവിനെ മാറ്റി ആരാ? ഒടുക്കത്തെ ശത്രുവായ മരണത്തെ നീക്കി. പക്ഷെ ഇനി ഇപ്പോൾ ഉള്ളത് ശത്രുവല്ല, ശത്രുത്വം. അവിടെ ഉള്ളിൽ നമുക്ക് വിരോധമായ ആളുകളുടെ ഉള്ളിലുള്ള ഇതെല്ലാം എടുത്തു മാറ്റി നിങ്ങളെ ഏറ്റവും പ്രയാസപ്പെടുത്തി, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറും. അവരതുപോലെ ഹല്ലേലൂയ നിങ്ങളിൽ നിങ്ങളുടെ കരുത്ത് ദൈവമായി മാറും. നിങ്ങളിൽ ഹല്ലേലൂയ ദൈവശക്തി നിങ്ങളുടെ ചുറ്റുപാടുകളിൽ പ്രവഹിക്കാനായിട്ട്. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നവരാണ്. ഹല്ലേലൂയ. മറ്റുള്ളവര് വൺ വേ ട്രാഫിക്കിൽ ഓടും. അവർ പറയും, എന്റെ ഭാഗത്താ ശരി, എന്റെ ഭാഗത്ത് അവർ പറഞ്ഞോട്ടെ, അവരത് ക്ലെയിം ചെയ്തോട്ടെ, നോ പ്രോബ്ലം. അതിന് പുറകെ നിങ്ങൾ പോകാൻ നിൽക്കും. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ കുറിച്ച് ഒരു ഉറപ്പ് വേണം. എന്നെ കർത്താവ് വിളിച്ചത്, അവനാണ് എന്നെ വിളിച്ചതെങ്കിൽ എന്നെ അന്ത്യത്തോളം അവൻ വീഴാതെ വണ്ണം നിർത്താൻ ശക്തനാണ്. എന്റെ ബേസ് കർത്താവിലാണ്.
ഞാൻ നിൽക്കുന്നത് കർത്താവിന്, എന്റെ ആശ്രയം കർത്താവിന്. ഒരു നാളും ഞാൻ നശിക്കാൻ കർത്താവ് അനുവദിക്കുന്നില്ല. കാരണം ഹല്ലേലൂയ, ആമേൻ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവിടെ എല്ലാം ഞാൻ കാണുന്ന ദൈവം, ഒരേ ദൈവം, ആ ദൈവമാണ് എന്നിൽ വസിക്കുന്നത്. ആ ദൈവത്തിന്റെ മന്ദിരമാണ് ഞാൻ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിൽ എത്ര വലിയ വെല്ലുവിളികൾ മല പോലെ ഉയർന്നു നിന്നാലും യു ആർ പ്രേഷ്യസ് ഫോർ ഗാഡ്. യു ആർ പ്രേഷ്യസ്, യു ആർ പ്രേഷ്യസ്. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഒരു കാന്തിക വലയം പോലെ ദൈവ മഹത്വം നിൽക്കുന്നത് നിങ്ങൾ കാണും. വരുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ദിവസമായി മാറും. ഇതുവരെ ഞാനത് നിങ്ങളോട് ഒരു പ്രൊഫറ്റിക്കലായിട്ട് പറയാം, ഇതുവരെ നിങ്ങൾ തകർന്നെടുത്ത് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ കൂടെ നിങ്ങൾ സ്ട്രഗിൾ അനുഭവിച്ച, തകർന്നു പോയതുപോലെ നിന്ന അവസ്ഥയിൽ ഇന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയട്ടെ, അവസ്ഥകൾ മാറുന്നൊരു സീസൺ. അതെ, കർത്താവ് നിങ്ങളെ അസാധാരണമായി ചില വ്യക്തികൾ നിങ്ങളുടെ അല്ലെങ്കിൽ ആമേൻ രൂപാന്തരപ്പെടുന്ന പോലെ ചില സാഹചര്യങ്ങൾ മാറി മറിയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ബുദ്ധിക്കതീതമായി പല വർഷങ്ങളെടുത്ത് സംഭവിക്കേണ്ട കാര്യം പെട്ടെന്ന് നടക്കുന്ന പോലെ. അതെ, ഹല്ലേലൂയ. പല നാളുകളെടുത്ത് നടക്കേണ്ട കാര്യം, പല പ്രോസസ് കഴിഞ്ഞ് വരേണ്ട റിസൾട്ട് വേഗത കൂടുന്ന പോലെ കർത്താവ് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകും. കാരണം നിങ്ങളിൽ വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. God's nature is in you. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ, എന്നെ കണ്ടുപിടിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ വലിയ സാന്നിധ്യവും കൃപയും നിറവും അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൽ കാര്യങ്ങളോട് പ്രതികരിക്കുവാൻ, അതേ കർത്താവേ, ദൈവത്തിന്റെ ആത്മാവിൽ വസിക്കുന്ന തിരിച്ചറിവോടുകൂടെ കാര്യങ്ങളെ ആമേൻ കാണുവാൻ, അതിനെ ജയിക്കുവാൻ കൃപ ധാരാളം അവരുടെ മേൽ പകർമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, അവരുടെ ശരീരത്തിലുള്ള രോഗം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇപ്പോൾ തന്നെ വിട്ടുവെക്കുന്ന കർത്താവിന്റെ കരമായ ശരീരങ്ങളെ സ്പർശിക്കുന്നതിനായി സ്തോത്രം. അതുപോലെ തന്നെ കർത്താവ്, മാനസികമായ സംഘർഷങ്ങളിൽ കൂടെ പോകുമ്പോൾ ഞാൻ എങ്ങനെ കാര്യങ്ങൾ ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും, എന്റെ ജോലി സ്ഥലത്ത് ശാരീരികമായുള്ള പ്രശ്നം, കുടുംബജീവിതത്തിലെ പ്രശ്നം, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വ്യാകുലതകൾ, കർത്താവ് അങ്ങനെ ഭാരത്തോടായിരിക്കും. ഇപ്പോൾ യേശുവിന്റെ നാമത്തില് കരുത്താകുന്ന കർത്താവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ ഈ ദിവസങ്ങൾ അവര് അത്ഭുതങ്ങൾ കാണുന്ന ഒരു സീസണിലേക്ക് അവരെ നയിക്കുന്നതിനായിട്ട് നന്ദി പറഞ്ഞ അങ്ങനെ യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അനുഗ്രഹമായി, അടയാളമായി, ഉയർച്ചയായി നിർത്തുന്നതിനായി സ്തോത്രം. അത്ഭുതകരമായി മാനിക്കണം. ഇത്രത്തോളം നാഥൻ കരുതിയതിനായി, പരിപാലിച്ചതിനായി, നടത്തിയതിനായി, നിർത്തിയതിനായി സ്തോത്രം കർത്താവ്. നമ്മുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാണ് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രോഗ്രാം അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ട് ഈ മെസ്സേജ് നിങ്ങൾ മറ്റുള്ളവർക്കും പങ്കുവെക്കുക. പ്രത്യേകിച്ച് തൃത്വം, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഈ ക്ലാസ് നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുക. ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കാനായിട്ട് ഞങ്ങളുമായിട്ട് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സൗജന്യമായ പുസ്തകം ലഭ്യമാകും. അത് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഒരു അനുഗ്രഹമായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.